പാടത്തും പറമ്പിലും എല്ലുമുറിയെ പണിയെടുത്ത് കർഷകൻ വിളയിച്ച വിഭവങ്ങൾ കഴിച്ചു ശീലിച്ച മനുഷ്യർക്ക് ആകാശത്ത് വിളയിച്ച പഴങ്ങളും പച്ചക്കറികളും ഒക്കെ കഴിക്കാനായാലോ? എന്നാൽ അങ്ങനെ ഒരു അവസരം വരും നാളുകളിൽ ഉണ്ടാകാൻ പോവുകയാണ്. അതിന് കാരണക്കാരായത് നമ്മുടെ സ്വന്തം ഇന്ത്യയും. ഗുരുത്വാകർഷണ ബലമില്ലാത്ത ബഹിരാകാശത്ത് പയർവിത്ത് മുളപ്പിച്ചുകൊണ്ട് നിർണായകമായ നേട്ടം കൊയ്തിരിക്കുകയാണ് ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ ഏജൻസിയായ ISRO. PSLV C-60 റോക്കറ്റ് ഉപയോഗിച്ച് തിങ്കളാഴ്ച വിക്ഷേപിച്ച POEM-4 ദൗത്യത്തിന്റെ ഭാഗമായാണ് 8 പയർവിത്തുകൾ ബഹിരാകാശത്തെത്തിച്ചത്. ബഹിരാകാശത്തെത്തി 4 ദിവസങ്ങൾക്കകമാണ് വിത്തുകൾ മുളപൊട്ടിയത്. POEM-4 ദൗത്യത്തിലെ 24 പരീക്ഷണ ഉപകരണങ്ങളിൽ ഒന്നായ കോമ്പാക്ട് റിസർച്ച് മോഡ്യൂൾ ഫോർ ഓർബിറ്റൽ പ്ലാൻ സ്റ്റഡീസ് അഥവാ ക്രോപ്സ് ഉപയോഗിച്ചാണ് ISRO വിത്തുകൾ മുളപ്പിച്ചത്. തിരുവനന്തപുരത്തെ വിക്രം സാരാഭായ് സ്പേസ് സെന്ററാണ് ക്രോപ്സ് വികസിപ്പിച്ചത്. മൈക്രോഗ്രാവിറ്റിയിൽ വിത്ത് മുളയ്ക്കുന്നതിനെക്കുറിച്ചും സസ്യങ്ങളുടെ നിലനിൽപ്പിനെക്കുറിച്ചും പഠിക്കുന്നതിനായുള്ള സ്വയം പ്രവർത്തിക്കുന്ന സംവിധാനമാണ് ക്രോപ്സ്. അടച്ചുപൂട്ടിയ പെട്ടിക്കുള്ളിൽ നിയന്ത്രിതമായ സാഹചര്യത്തിലാണ് ISRO ബഹിരാകാശത്ത് പയർവിത്തുകൾ മുളപ്പിച്ചത്. താപനില ഉൾപ്പെടെ കൃത്യമായി നിയന്ത്രിച്ചു നിർത്തി നടത്തിയ പരീക്ഷണം ബഹിരാകാശത്തോ മറ്റൊരു ഗ്രഹത്തിൽ തന്നെയോ ഭാവിയിൽ കൃഷി നടത്തുന്നതിലേക്കുള്ള ഗവേഷണങ്ങൾക്ക് ശക്തമായ അടിത്തറ നൽകുന്നതാണ്. ചെടിയുടെ വളർച്ച ഓരോ നിമിഷവും സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നതിനും വിശകലനം ചെയ്യുന്നതിനുമായി അത്യാധുനിക സാങ്കേതിക വിദ്യകളാണ് ക്രോപ്സ് മോഡ്യൂളിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഉയർന്ന റെസല്യൂഷനുള്ള ക്യാമറ, ഓക്സിജന്റെയും കാർബൺ ഡയോക്സൈഡിന്റെയും അളവുകൾ നിരീക്ഷിക്കാനുള്ള സംവിധാനം, ആപേക്ഷിക ആർദ്രത അളക്കാനുള്ള ഉപകരണം, താപനില നിരീക്ഷിക്കാനുള്ള സംവിധാനം, മണ്ണിലെ ഈർപ്പത്തിന്റെ അളവ് വിലയിരുത്താനുള്ള സംവിധാനം എന്നിവയാണ് ക്രോപ്സിലുള്ളത്. മുള പൊട്ടിയ വിത്തുകളിൽ ഉടൻ തന്നെ ഇലകൾ വിടരുമെന്നാണ് ISRO പ്രതീക്ഷിക്കുന്നത്. മൈക്രോഗ്രാവിറ്റിയിൽ വിത്ത് മുളപ്പിച്ച് ചെടി വളർത്തുന്നതിന് പുറമെ വേറെയും 23 പരീക്ഷണങ്ങൾ POEM-4 ദൗത്യത്തിലുണ്ട്. ഇതിൽ 14 എണ്ണം ISROയുടെ വിവിധ ലാബുകളുടെയും 10 എണ്ണം സ്വകാര്യ യൂണിവേഴ്സിറ്റികളുടേതുമാണ്. ബഹിരാകാശത്ത് ഡോക്കിങ്ങും അൺഡോക്കിങ്ങും നടത്താനായുള്ള സ്പെഡെക്സ് ദൗത്യവും POEM-4 ദൗത്യത്തിനൊപ്പം PSLV C-60 റോക്കറ്റിൽ ബഹിരാകാശത്ത് എത്തിച്ചിരുന്നു. 2 ഉപഗ്രഹങ്ങളാണ് സ്പെഡെക്സ് ദൗത്യത്തിലുള്ളത്. 370 കിലോമീറ്റർ അകലെയുള്ള ഭ്രമണപഥത്തിൽ 20 കിലോമീറ്ററോളം ദൂരവ്യത്യാസത്തിൽ സഞ്ചരിക്കുന്ന ഈ ഉപഗ്രഹങ്ങളെ ക്രമേണ അടുപ്പിച്ച് കൂട്ടിയോജിപ്പിക്കും. ഇതിനുശേഷം ഊർജവും വിവരങ്ങളുമെല്ലാം പങ്കുവച്ച് ഒറ്റ പേടകം പോലെയാണ് ഇവ പ്രവർത്തിക്കുക.